ഹഡിയേഴ്സ് വിജീഷ്യ ഫ്രം നെമോ ഫ്ലോറിംഗ്. ഇന്ന് നമ്മൾ എത്തിയില്ലേ കോട്ടയ്ക്കൽ രണ്ടത്താണ് കേട്ടോ. ഇത് മിസ്റ്റർ മുസ്തഫ ഖാൻ്റെ വീടാണ്. നെമോ ഫ്ലോറിംഗ് ബൈ വിജീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മളെ വിശ്വസിച്ച് ഈ വീടിൻ്റെ ടൈലിൻ്റെ വർക്ക് നമ്മൾ ഏൽപ്പിച്ച് പോയതാണ് ഒരാൾ. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോവോ ആർക്കിടെക്ട് സ്റ്റുഡിയോ പറയുന്ന ഒരു കൺസ്ട്രക്റ്റിംഗ് കമ്പനിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൺസെപ്റ്റ് പ്ലസ് പറയുന്ന ഒരു എറണാകുളം ബേസ്ഡായിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ വേണം. ജസ്റ്റ് ടൈലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീട് ഒരുക്കുന്നവർക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. ആദ്യം പുട്ടി വർക്ക് ചെയ്യണോ, അതുപോലെ ആദ്യം പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അതിന് ശേഷം എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം. ഇവിടെ സിറ്റ് ഔട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. പല വീടുകളിലും പല വെറൈറ്റി ഡിസൈൻ ചെയ്യുന്നുണ്ട്. ബോർഡർ ഭാഗം മൊത്തം ഗ്രാനൈറ്റ് കൊടുക്കും, പിന്നെ ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഏരിയയിൽ ടൈല് കൊടുക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊത്തം ലെതർ ഫിനിഷാണ്. ത്രെഡ് റൈസ്, അതിൻ്റെ ടോപ്പ് എല്ലാ ഭാഗവും ലെതർ ഫിനിഷാണ് കേട്ടോ. ലെതർ ഫിനിഷൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. വാട്ടർ പോളിഷ്ഡ് ആണ് കേട്ടോ ഇത് ലെതർ ഫിനിഷ് വരുന്നത്. ഏകദേശം 300+ ആണ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നരച്ചൊരു ഫീലാണ്. അത് ഈ വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സമയവും ഇതേ ഒരു ഫീല് നിലനിൽക്കുകയും ചെയ്യും. ഇവിടെ ഈ വാളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലാഡിംഗ് ആണ്, ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കേട്ടോ. അതുപോലെ ഈ പില്ലർ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്താണെന്നുള്ളത്. ഇവിടെ ഒരു ചെടിയാണ് വെക്കാൻ പോകുന്നത്. വലിയ ഹൈറ്റിലുള്ള ഒരു ചെടിയാണ് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ലിവിങ് സ്പേസ്, 2 ഡൈനിങ് സ്പേസ്, ഇവിടെ ഒരു ഡൈനിങ് സ്പേസ്, അതുപോലെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റെപ്പൊക്കെ വുഡിലാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ ഇവിടെ ബെഡ്റൂമിലൊരു ബാത്റൂം, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫ്ലോർ മൊത്തം മാറ്റ് ഫിനിഷ് ആട്ടോ. ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും മൊത്തം മാറ്റ് ഫിനിഷാണ്. ബാത്റൂംസ് ഒക്കെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. അത് ഈ ഫോയർ മൊത്തം ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള സിംബോളോ ബ്രാൻഡിൽ വരുന്ന നെക്സിയോന്റെ ടൈലാണ് വരുന്നത് കേട്ടോ. മൊത്തം ഇവിടെ ലേ ഔട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഈ പാസേജ് മൊത്തം നെക്സിയോന്റെ ടൈലാണ് 1600. പിന്നെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഒക്കെ 1600. ബെഡ്റൂംസ് മാത്രം ഇവിടെ ചെയ്തിട്ടുള്ളത് 4x2 കേട്ടോ. മൊത്തം ഇവിടെ സ്ക്രീൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വീടിനെ നമ്മൾ ബാത്റൂംസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മൾ ബാത്റൂംസ് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ സ്ക്രീഡിങ് ആദ്യം മൊത്തം സ്ക്രീഡ് ചെയ്തിടും. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാത്റൂംസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പെസ്റ്റ് കൺട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മൾ ബാത്റൂംസ് സ്റ്റാർട്ട് ചെയ്തു. പെസ്റ്റ് കൺട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ട് ചെതൽ, അതുപോലെ ഈ പ്രാണി ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പെസ്റ്റ് കൺട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഒരു 10 വർഷം. അത് സ്ക്രീഡിങ് അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ നല്ലതാണ്. ഇവിടെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബാത്റൂംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. സ്ക്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സിമെൻ്റ് ഒക്കെ ശരിക്കും സെറ്റ് ആവാതെ കിടക്കുന്ന പ്ലാസ്റ്ററിങ്ങിൻ്റെ സിമെൻ്റ് ഒക്കെ ഉണ്ടോ, ഇതുപോലെ എന്തെങ്കിലും ഒരു ഉളി പോലെ കമ്പിപ്പാര പോലെ അതായിട്ട് എന്തെങ്കിലുമൊക്കെ വരുതി എടുത്തു കഴിഞ്ഞാൽ സ്ക്രീഡിങ് ഒന്നുകൂടി സ്ട്രെങ്ത് ആയിട്ട് കിട്ടും. അതല്ല ഒരു ബാത്റൂമിൻ്റെ പണി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബാത്റൂം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. ഏകദേശം ഈ വീടിന് 5 ബാത്റൂമാണുള്ളത്. ഒരു കോമൺ ബാത്റൂം, 4 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടാണ് വരുന്നത്. ഇത് വീടിൻ്റെ വേറൊരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞില്ല കേട്ടോ. ബാത്റൂമിൻ്റെ വാള് ഏകദേശം സീലിങ്ങിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വാള് മാത്രം ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ. അതുപോലെ തന്നെ വീട് ഒരുക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ചിലപ്പോൾ ഒരു 6 മാസം മുമ്പ്, 2 മാസം, 3 മാസം മുമ്പൊക്കെ സെലക്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. എടുത്ത മെറ്റീരിയൽ ഏതാണ്, ഏത് വാൾക്ക് ഏതെടുത്തത്, ബാത്റൂമിൻ്റെ കേസിൽ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ഒരു കൺസൾട്ടൻറ്റ് എഞ്ചിനീയർ ഉണ്ട് വെച്ചാൽ അവർ നമുക്ക് ഇതേപോലെ ഡ്രോയിങ് തരലുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രോയിങ് ഉണ്ട്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഡ്രോയിങ്ങോ, അതേപോലെ നമ്മൾ ഒരു ജസ്റ്റ് പേരെന്തെങ്കിലും മെൻഷൻ ചെയ്ത് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ചെയ്യാൻ. ഇത് ABCD എന്ന് പറയുന്ന ഒരു വാള്, അതേപോലെ 11A, 11B, 11CD. സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏത് കാലത്തും ഏത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേ ഡിസൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഓരോ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും അതിൻ്റെ
ഓരോ ടെക്നിക്കൽ വശങ്ങളും നമുക്ക് അറിയണതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോം ടൂറായിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. താങ്ക് യു.